രണ്ടത്താണിയിലാണ് മുബഷീർ ഉള്ളത്. ആറുവരിപ്പാത കടന്നു പോകുന്ന കോഴിക്കോട് തൃശൂർ പാതയിലെ കോട്ടയ്ക്കൽ രണ്ടത്താണിയിൽ അടിപ്പാത വരുന്നത് കാത്തിരിക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ. രണ്ടത്താണി ടൗണിനെ രണ്ടാക്കി മാറ്റിയാണ് ആറുവരിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നത്. പുതിയ പാത വന്നാൽ റോഡിന്റെ ഒരു വശത്തുള്ളവർക്ക് മറുവശത്തെത്താൻ മുച്ചിക്കലിലെ അടിപ്പാതയിലൂടെയോ പൂവഞ്ചിനയിലെ മേൽപ്പാലത്തിലൂടെയോ പോകണം. ടൗണിലെ ബാങ്ക്, ആശുപത്രി, മദ്രസ, സ്കൂൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ, ഏതായാലും ഈ ദേശീയപാത വികസനം അനിവാര്യം തന്നെയാണ്, പക്ഷേ അവിടെയുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ട് കാണാതെ പോകരുത്. എന്താണ് ഇപ്പോൾ അവിടുത്തുകാരുടെ പ്രശ്നം? എന്താണ് അവരുടെ ആവശ്യങ്ങൾ? വിനീത, NH-66 ദേശീയപാത വികസനം നമുക്കറിയാം. മലപ്പുറം ജില്ലയിലൂടെ ഉൾപ്പെടെ കടന്നു പോകുന്ന ആറുവരിപ്പാത തീർച്ചയായും രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചവിട്ടുപടി തന്നെയാണ്. സ്വാഭാവികമായും മലപ്പുറം ജില്ലയിലൂടെ ഒരു പാത കടന്നു പോകുമ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടക്കൽ രണ്ടത്താണി ഭാഗത്താണ്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം നിർമ്മാണം പുരോഗമിക്കുന്ന ആറുവരി പാതയാണ് എനിക്ക് പിൻഭാഗത്ത് കാണുന്നത്. രണ്ടത്താണി ഈ ഭാഗത്തെ ഈ ഒരു നിർമ്മാണ പ്രവർത്തിക്കിടെയാണ് നാട്ടുകാർ ഈ ഒരു വിഷയത്തിൽ അവർ നേരിടുന്ന ഒരു അടിസ്ഥാനപരമായ പ്രശ്നം ഉന്നയിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് അധികാരികൾക്ക് മുമ്പ് അവർ ഈ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു. രണ്ടത്താണി മേഖലയിൽ ഇരുവശങ്ങളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കും. സ്വാഭാവികമായും ഇവിടെ ഒരു ആറുവരി പാതയുണ്ടാകുമ്പോൾ, നിർമ്മാണം മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു അടിപ്പാത എന്നൊരു ആവശ്യം സ്വാഭാവികമായി പൂർത്തീകരിക്കുമ്പോൾ അവർക്ക് ഒരു വശത്ത് മറ്റൊരു വശത്തേക്ക് കടക്കാൻ ഈസിയായി സാധിക്കുമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. തുടർച്ചയായി ഇതിനുവേണ്ടി അധികാരികൾക്ക് മുമ്പിലെത്തുന്നു. പരാതികളൊക്കെ തന്നെ നൽകിയിട്ടും അത് നടക്കാത്ത സാഹചര്യത്തിൽ 1000-ലധികം വരുന്ന നാട്ടുകാർ രാഷ്ട്രീയ ഭേദമന്യേ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. റോഡ് ഉപരോധിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. തുടർന്ന് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ CPM അതുപോലെ തന്നെ മുസ്ലിം ലീഗും കോടതിയെ സമീപിക്കുന്നു. 2 ഹർജികളാണ് നിലവിൽ ഈ ഒരു വിഷയത്തിൽ കോടതിയിലുള്ളത്. ഈ ഒരു നിർമ്മാണം നിർത്തിവെക്കണം, ഇവർക്കൊരു അടിപ്പാത വേണമെന്ന കാര്യത്തിൽ കോടതി ഇടപെട്ടുകൊണ്ട് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വീണ്ടും നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. എന്നാൽ അടിപ്പാത എന്ന ആവശ്യം നിറവേറ്റിയില്ല എന്നുള്ളതാണ്. എന്തായാലും രണ്ടത്താണിയിലെ നാട്ടുകാർ ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവരെ സംബന്ധിച്ച് 1000-ലധികം ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കുട്ടികൾക്കൊന്നും തന്നെ ഇത്തരത്തിൽ വിദ്യാലയത്തിലേക്ക്, മദ്രസയിലേക്ക് ഉൾപ്പെടെ പോകണമെങ്കിൽ ഏകദേശം 3 കിലോമീറ്ററിലധികം ഈ വിധത്തിൽ ചുറ്റി വന്നൊരു ശേഷം എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു ദൃശ്യം കാണിച്ചു തരാം. നാട്ടുകാരൊക്കെ തന്നെ ചേരുന്നുണ്ട്. അതിന് മുൻപ് ഈ ഒരു അടിപ്പാത ഇല്ലാത്തത് മൂലം ഈ ഒരു നിർമ്മാണം നടക്കുന്ന മേഖലയിലൂടെ മറുവശത്തേക്ക് കടക്കുന്നതിന് വേണ്ടി അവരെ ആശ്രയിച്ചിരുന്നത് ഈ ഒരു ദേശീയപാതയുടെ താഴെ നിർമ്മിച്ചിരുന്ന ഓവുചാൽ പോലെയുള്ള ഒരു മേഖലയായിരുന്നു. കഴിഞ്ഞ ദിവസം മഴ പെയ്തത് മൂലം ഈ ഒരു ഓവുചാൽ പൂർണ്ണമായും ചെളി നിറഞ്ഞ സാഹചര്യമുണ്ട്. തൊട്ടടുത്ത വീട്ടുകാരൊക്കെ തന്നെ നമ്മളോട് പറയുന്നത് ആളുകൾ ഇവിടെ എത്തുന്ന സമയത്താണ് ഇവിടെ ചെളി നിറഞ്ഞതുപോലെ ഇതിലൂടെ നടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ ദുരിതത്തിലാണ്. അധികാരികൾ ഇവരുടെ പ്രശ്നം ആ നിലയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതി തന്നെയാണ്. ഇവിടെ പോസ്റ്ററുകളിലൊക്കെ തന്നെ കാണാം അവരുടെ പ്രശ്നം ആ നിലയിൽ പരിഹരിക്കാത്തത് കൊണ്ട് തന്നെ വോട്ട് ചെയ്യില്ല, വോട്ട് ബഹിഷ്കരിച്ചു എന്നൊക്കെ തന്നെ കാണാം. ജനപ്രതിനിധികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയൊരു ആവശ്യമായിരുന്നു, അതൊന്നും തന്നെ ആ നിലയിൽ അഡ്രസ്സ് ചെയ്തില്ല അല്ലേ? അതെ, വലിയൊരു ആവശ്യം തന്നെയായിരുന്നു. പക്ഷെ അത് വലിയ ഗൗരവത്തോടെ കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. 1000-ലധികം വരുന്ന നാട്ടുകാരെ ആശ്രയിക്കുന്ന ഒരു വിഷയമാണ്. വിവിധ പരാതികൾ കൊടുത്തിരുന്നു, ഒരു തരത്തിലുള്ള പരിഗണന ഉണ്ടായില്ല അല്ലേ? പരിഗണന ഉണ്ടായില്ല. കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പരിഗണനയും ലഭിച്ചിട്ടില്ല. പക്ഷേ വർക്ക് അവർ കംപ്ലീറ്റ് തീർത്തു കഴിഞ്ഞു. കിഴക്ക് പടിഞ്ഞാറ് ഭാഗമാണിത്. അതിന് ഞങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഒരുപാട് ആളുകൾ. അവിടെ സ്കൂളുണ്ട്, മദ്രസയുണ്ട്, അതുപോലെ പോസ്റ്റ് ഓഫീസ്, മാവേലി സ്റ്റോറുകൾ, അധികം ഈ നമ്മുടെ കിഴക്ക് ഭാഗത്തുള്ള ആളുകൾ ആശ്രയിക്കുന്ന ആ ഭാഗമാണ്. പക്ഷേ ആ ഭാഗത്തു നിന്നാണ് നമുക്കിപ്പം ഒരടി പോലും ഒരു സ്കൂൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു വാർദ്ധക്യം പിടിച്ച ആളുകൾക്കോ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അത് വളരെയധികം വിഷമകര കാര്യമാണ്. കാരണം കുട്ടികൾ 2 കിലോമീറ്റർ താണ്ടിയാണ് സ്കൂളുകൾക്ക് പോകാൻ പറ്റുന്നത്. അത് പോസിബിളായ കാര്യമല്ല. കാരണം അങ്ങോട്ട് പോയിട്ട് അവർ തിരിച്ച് മദ്രസയിലോട്ടും പോകേണ്ടത് അങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ ഒരു കുട്ടി ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കണം? അതിൻ്റെ ആരോഗ്യസ്ഥിതി ആലോചിച്ച് നോക്കണം കുട്ടി. തുടർച്ചയായി നമ്മൾ സമരരംഗത്ത് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ആക്ഷൻ കൗൺസിൽ. പക്ഷേ സമരങ്ങളൊക്കെ തന്നെ ജനങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് ഇറങ്ങിയിട്ട് പോലും അധികാരികൾ കണ്ണു തുറന്നിട്ടില്ല. ഏകദേശം 4 സമരങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. 4 സമരങ്ങളും എല്ലാ ജനങ്ങളും, അതുപോലെ സ്ത്രീകളടക്കം കുട്ടികളടക്കം ഇറങ്ങിയിട്ടുള്ള സമരമായിരുന്നു. എല്ലാ സ്ത്രീകളുടെ പേരിൽ ഏകദേശം 100ഓളം പേരിൽ കേസ് വരെ എടുത്തിട്ടുണ്ട് ഒരു 3-4 സമരങ്ങളിലും. പക്ഷേ കലക്ടറെ വരെ നമ്മളിവിടെ വരുത്തി, കലക്ടറുടെ കാര്യങ്ങൾ വ്യക്തമായി അദ്ദേഹം കണ്ടു, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ ഇതിന് അനുകൂലമായൊരു തീരുമാനം ഇതുവരെ കിട്ടിയിട്ടില്ല. വിനീത, വലിയ ഗതികേടാണ്. കാരണം അവർക്ക് അവരുടെ നാട്ടിലെ പല സ്ഥാപനങ്ങളെയും ആശ്രയിക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു നിർമ്മാണം നടക്കുന്ന മേഖലയിലുള്ള ആ ഓവുചാലിനെ എന്താ പറയുക ഇത്തരത്തിൽ ആശ്രയിക്കേണ്ട ഒരവസ്ഥ. ആ ഓവുചാലിൽ ചെളി നിറഞ്ഞിരിക്കുന്ന സാഹചര്യം. കുട്ടികളൊക്കെ തന്നെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ആ ചെളി നിറഞ്ഞ ഓവുചാലിലൂടെയാണ്
തൊട്ടപ്പുറത്തേക്ക് പോകുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ വീടുകളാണെങ്കിലും ആ നിലയിലുള്ള കച്ചവട സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിലും അത് അപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റു മാർഗ്ഗങ്ങളില്ല, അല്ലെങ്കിൽ 3 കിലോമീറ്റർ അപ്പുറത്തൂടെ നടന്നായിരിക്കും അപ്പുറത്തെത്താൻ കഴിയുക. അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ നിലയിൽ ഒരു ഓവുചാലിനെ ആശ്രയിക്കുന്നത്. അതുപോലെ ഇപ്പോൾ മഴ പെയ്തു മൂലം ഈ നിലയിൽ തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. നേരത്തെ കളക്ടറൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ സന്ദർശിച്ച സമയത്ത് താൽക്കാലികമായ വിധത്തിലുള്ള പരിഹാരമൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഒരു അയൽവാസിയായ താത്ത നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആളുകൾ ഇത് ആശ്രയിച്ചിരുന്നു, പക്ഷേ ചളി പുരണ്ടത് മൂലം ഇപ്പോൾ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇന്ന് കാലത്ത് മദ്രസയ്ക്ക് പോകാനും പള്ളിയിൽ പോകാനൊക്കെ വന്ന ആളുകളുണ്ട്. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ടാപ്പ് അടക്കാൻ കഴിയില്ല. അത്രയും പേര് കാല് കഴുകാനും അരക്ക് താഴെ കഴുകാനും വരെ അറിയാതെ വന്ന് വീണിട്ട്. അപ്പുറത്ത് നിങ്ങോട്ട് വരുന്നവരൊന്നും ഇവിടെ ഇത് ഇത്രയും വെള്ളക്കെട്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ഇവിടെ കീറി കൊടുത്തതാണ് കുറച്ച് വെള്ളം ഒഴിവായി പോകാൻ. ഇന്ന് കൂടുതലൊന്നും പറയാൻ, തീർത്തും അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണിത്. ഇത്രയും 500-ലധികം ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് ഇത് തുറന്നു വിട്ടിട്ടുള്ളത്. വിനീത, അത് തന്നെയാണ്. അതായത് നിർമ്മാണം ആരംഭിച്ചത് മുതൽ അശാസ്ത്രീയമാണ്, വലിയ ഒരു വിഭാഗം ജനത്തെ ബാധിക്കുന്ന വിഷയമാണെന്ന് പറഞ്ഞിട്ടും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല, അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല എന്ന പരാതിയിൽ തന്നെയാണ് രണ്ടത്താണിക്കാരുള്ളത്. രണ്ടത്താണിയെ രണ്ടാക്കി വിഭജിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നൊരു ആവശ്യത്തിൽ അവരിപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും മുബഷീറിന്റെ റിപ്പോർട്ട് ഞങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്.